നമസ്കാരം. CPIM-ൽ കലഹമുണ്ടാക്കി പുറത്തുപോയാൽ അത് ജീവന് തന്നെ ഭീഷണിയാകും എന്ന് അറിയാത്തവർ കേരളത്തിലുണ്ടാവില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരെയും ഇത്തരത്തിൽ 51ഉം 52ഉം വെട്ടുവെട്ടി അങ്ങനെ തീർത്ത ചരിത്രവും കേരളത്തിലെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് CPIM-ൽ നിന്നും പുറത്തായ വി കുഞ്ഞികൃഷ്ണനും തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നിപ്പോൾ വിലയിരുത്തുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ മുൻ ജില്ലാ സമിതി അംഗമായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ പാർട്ടിക്കകത്ത് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കിയിരുന്നു. ആ വി കുഞ്ഞികൃഷ്ണൻ ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പാർട്ടി തന്നെ തീർത്ത് കളയുമെന്ന് തനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിന്മേൽ CPIM-ന്റെ നേതാക്കന്മാർക്കടക്കം ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ വരുന്ന ഫെബ്രുവരി 4-ാം തീയതി വി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. ആ പുസ്തകം പാർട്ടിയെക്കുറിച്ചാണ്, പാർട്ടിക്കുള്ളിൽ നടന്നു വന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചാണ്, പാർട്ടിക്കുള്ളിൽ നടന്നു വന്ന ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചാണ്. ഇതൊരു ബോംബാണ് എന്ന് CPIM-ന്റെ നേതാക്കൾ തന്നെ വിലയിരുത്തിയ ഒരു പുസ്തകമാണ് ഫെബ്രുവരി 4-ാം തീയതി പുറത്തു വരുന്നത്. ആ പുസ്തകത്തിനകത്ത് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് എതിരെ കർശനമായ വിമർശനമുണ്ട്. അതിൻ്റെ പേരിൽ ആ പുസ്തക പ്രകാശനം നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഭീഷണിയുണ്ട് എന്ന രീതിയിൽ കുഞ്ഞികൃഷ്ണന് ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം നൽകാനും ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണന് യഥാർത്ഥത്തിൽ പോലീസ് സംരക്ഷണം നൽകുന്നതിനെക്കുറിച്ച് ഹൈക്കോടതി ഇനി ഉത്തരവ് പറയുകയുള്ളൂ. പക്ഷേ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ജോസഫ് സി മാത്യു ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അതായത് പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പാർട്ടി ജില്ലാ ഘടകത്തിൽ, കണ്ണൂർ ജില്ലാ ഘടകത്തിൽ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തത്, അതായത് CPIM എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ആ പാർട്ടി കേരളത്തിലെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു. ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം സംസ്ഥാന നേതൃത്വമാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. മാത്രമല്ല, ഈ പുസ്തകത്തിൽ MLA TI മധുസൂദനനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. മധുസൂദനൻ പാർട്ടി പിടിച്ചടക്കാൻ നോക്കി, പാർട്ടി എന്നാൽ താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി എന്നതടക്കമുള്ള, മാത്രമല്ല ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. നേരത്തെ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കകത്ത് നടന്ന ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തിയതിനാണ് പാർട്ടി ഈ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നത്. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് വിനിയോഗം അത് നീതിപൂർവകമായിരുന്നില്ല. ആ ഫണ്ടിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു. മാത്രമല്ല, 2016 ജൂലൈ 14 അന്തരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ധനരാജ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകൻ, ഈ പാർട്ടി പ്രവർത്തകന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ച ഫണ്ട്, ആ ഫണ്ട് വെട്ടിയിരിക്കുന്നു നേതാക്കളെല്ലാം ചേർന്ന് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് 1 കോടിയോളം രൂപയാണ് ഫണ്ട് പിരിച്ചത്. പക്ഷേ 40-48 ലക്ഷത്തോളം രൂപ TI മധുസൂദനൻ MLA-യും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് മുക്കി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ തെളിവുകളടക്കം പാർട്ടിക്ക് നൽകിയെന്നും, എന്നാൽ പാർട്ടി ഇതിന് കൃത്യമായ നടപടി എടുത്തില്ല എന്നും, ഇങ്ങനെ പാർട്ടി നടപടി എടുക്കാത്തത് കൊണ്ടാണ് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നതെന്നും അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. മാത്രമല്ല, പാർട്ടിയെ, നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നത്. ആ പുസ്തകത്തിൽ ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ചുള്ള ഗുരുതരമായ പരാമർശങ്ങളുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ പുസ്തക പ്രകാശനം തടയാൻ പാർട്ടി ശ്രമിക്കും, അതിനനുവദിക്കരുത് എന്നാണ് ഹൈക്കോടതിയിൽ ഇന്ന് വി കുഞ്ഞികൃഷ്ണൻ വാദിച്ചത്. അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം നൽകാനും അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന വാദത്തിന് കൂടുതൽ വാദം കേൾക്കാനുമൊക്കെയായി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയുമാണ് ഇന്ന് ഹൈക്കോടതി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ, HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.